ഫിഡലിറ്റി ഇന്റർനാഷണൽ ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു മോഡറേറ്റ് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു മികച്ചൊരു ഫണ്ടായിട്ടാണ് നമ്മളിത് കണക്കാക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ തൻ്റെ ക്ലയൻസിന് എത്രത്തോളം റിട്ടേൺ ഇത് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ഒരു 1 ഇയറിൽ നോക്കുകയാണെങ്കിൽ 13.62% റിട്ടേൺ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 3 വർഷമാണെങ്കിൽ 10.969%, കഴിഞ്ഞ 5 വർഷത്തിൽ 11.70% തൻ്റെ ക്ലയൻസിന് ഈ ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അസറ്റ് അലോക്കേഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്റർനാഷണൽ ഇക്വിറ്റീസിലാണ് 99.96% അസറ്റ് അലോക്കേഷൻ വരുന്നത്. ഇനി റീജിയണൽ ഡൈവേഴ്സിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ 67.72%, അതുപോലെ തന്നെ ജപ്പാനിൽ 21.20% റീജിയണൽ ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നത്. ഇതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് $54.10 $54 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഫണ്ട് ഇൻസംഷൻ വരുന്നത് 1997 ഈ ഫണ്ട് നിലവിൽ വന്നിട്ടുള്ളത്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പോർട്ട്ഫോളിയോ ഉൾപ്പെടുത്താവുന്നതാണ്. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ റിസ്ക് ടോളറൻസ് എത്രയാണ്, നിങ്ങളുടെ ഏജ് എത്രയാണ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ എന്താണ്, നിങ്ങൾ എത്ര വർഷത്തേക്ക് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളെല്ലാം പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ പോർട്ട്ഫോളിയോ ഉൾപ്പെടുത്താനായിട്ട് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് $300 ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് ലോങ് ടൈമിലേക്ക് ഒരു വെൽത്ത് ജനറേഷൻ നമുക്കൊരു മിനിമം SIP ആയിട്ട് നമ്മൾ ഒരു $300 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ടാക്സ് ഫ്രീ ആണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ്. ഇന്ത്യയിലാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റലിന് 12.5% ടാക്സബിൾ ആണ്. അതേസമയം ഇതാണെങ്കിൽ ₹1 പോലും ടാക്സ് കൊടുക്കേണ്ട എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ്. ലോങ് ടൈമിലേക്ക് നിങ്ങളൊരു വെൽത്ത് ജനറേഷൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ റിസ്ക് ടോളറൻസ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് എന്നെപ്പോലുള്ള ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. തീർച്ചയായിട്ടും താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുന്നതിലൂടെ മികച്ച പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.